ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ. ദിയ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിനിമ ആക്ടറിൻ്റെ ഒരു മകളാണ് ദിയ കൃഷ്ണ. അപ്പോൾ ദിയ കൃഷ്ണൻ്റെ ഒരു കമ്പനി എന്തായാലും അവർക്ക് കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കമ്പനിയിൽ നടന്ന അഴിമതി വിഷയങ്ങളാണ് ഇപ്പം ചർച്ച. ഇപ്പം ഫുള്ള് ആ ഒരു ന്യൂസ് ചാനലൊക്കെ ഇതാണ് ചർച്ച. അപ്പം ഇത് ചെയ്തത് ഒരു 3 പെൺകുട്ടികൾ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 3 പെൺകുട്ടികളാണ് ഈ ഒരു തെറ്റ് ചെയ്തതെന്നാണ് ഇപ്പം അവർ സമ്മതിച്ചിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവർ ആ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഒക്കെ അഹാനകൃഷ്ണ പുറത്ത് വിട്ടിട്ടുമുണ്ട്. അപ്പം അവരുടെ QR കോഡ് തന്നെ കൊടുത്തിട്ട് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ വാങ്ങിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് നാട്ടിൽ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ സിനിമയിലും ഒക്കെ കണ്ട സംഭവങ്ങളാണ്. ഇങ്ങനെ QR കോഡ് മാറ്റി പറ്റിക്കുന്ന ഇത് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം പിടിക്കും. കാരണം എല്ലാ കമ്പനിക്കും മാസാവസാനം ഒരു കാൽക്കുലേഷൻസ് ഈക്വൽ ആക്കുന്ന ടാലി പരിപാടി ഉണ്ട്. അപ്പോൾ അതിനാണല്ലോ അക്കൗണ്ട്സിനൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 രൂപ മാറിയാൽ പോലും അക്കൗണ്ട്സിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊരു കമ്പനിക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർ അത് മനസ്സിലാക്കുക. ഇപ്പം കമ്പനിയിലെ ഏതൊരു കമ്പനി ആയാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ല. അപ്പോൾ അവരെന്തായാലും ഈ ഒരു മന്ത്ലി റിപ്പോർട്ട് എടുക്കുമ്പം ഈ ഒരു ടാലിയാക്കുന്ന പരിപാടി ചെയ്യുമ്പം അവർക്കിത് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുമ്പം കുറച്ചെങ്കിലും എന്താ പറയുക, ബുദ്ധിയില്ലാണെങ്കിൽ ഈ പരിപാടി ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുക. അതായത് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയില്ല നമുക്ക്. എന്തായാലും ഒരു 15-20 കിട്ടണമെങ്കിൽ ആ പൈസ കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. നമ്മളെന്താ വെച്ചാൽ ഒരാളെ വിശ്വാസത്തിൽ ഒരാൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ലത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഏത് കമ്പനി ആയാലും അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെ ചതിക്കാതെ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും ഇവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. നല്ലൊരു സാലറി ഇൻക്രിമെൻ്റൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഏതൊരു കമ്പനിയിലും ഇങ്ങനെ ചതിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. അതെല്ലാവരും വെക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു കമ്പനി ആയാലും അവരോട് കൂറ് പുലർത്തുക, അതെല്ലാം കമ്പമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഇവിടെ ദിയ കൃഷ്ണൻ്റെ ആ ഒരു എത്രയോ ലക്ഷങ്ങൾ ഇത് അഴിമതി നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും കുറേ ലക്ഷങ്ങളൊക്കെ അഴിമതി നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആ പൈസയൊക്കെ ഇവർ ചിലവാക്കിയോ ഒന്നും അറിയില്ല. ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമൊന്നും ഉറപ്പുമില്ല. അപ്പം ഇങ്ങനെയുള്ള കേസിലെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സപ്പോർട്ടും നമ്മൾ ദിയ കൃഷ്ണയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം പൊളിറ്റിക്കലി അങ്ങനെയുള്ള എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ മലയാളികൾ വേറെയാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു ചതി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പ്രതികരിക്കും. അതിപ്പോൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഇപ്പം മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ BJP ആണെങ്കിലും അവരേത് ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നോക്കുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എന്തായാലും ദിയ കൃഷ്ണ, അഹാനകൃഷ്ണ, അതുപോലെ കൃഷ്ണകുമാർ ഇവരെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം അവരാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ. അപ്പം ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവർ പടുത്തുയർത്തിയ കമ്പനി ആയിരിക്കാം. അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, ഒരു ഫ്ലാറ്റ് എടുക്കണം തന്നെ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ബിൽഡിംഗ് എടുക്കണം തന്നെ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ ആവശ്യമായിട്ട് വരും. ഒരു കമ്പനി തുടങ്ങുന്നത് തന്നെ ഒരുപാട് ലക്ഷങ്ങളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ വോയിസിൽ അവർ ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ആർക്കായാലും അങ്ങനെ ദേഷ്യം പിടിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ആ വീഡിയോയും ഇവർ റെക്കോർഡാക്കി സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും ഇപ്പം ദിയ പറഞ്ഞ് ശരിയാണെങ്കിൽ ദിയൻ്റെ ആ ലക്ഷ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊക്കെ അവരുടെ കൂട്ടത്തിൽ നിൽക്കും. കാരണം അതിനാണല്ലോ അവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം നമ്മളിപ്പം ആരെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പണം അപഹരിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ അതൊരു കുറ്റം തന്നെയാണ്. അപ്പം ആരാണോ ആ ഒരു കഷ്ടത അനുഭവിക്കുന്നത് അവരെ കൂടിയാണ് നമ്മൾ നിൽക്കുള്ളൂ കേട്ടോ. സൊസൈറ്റി അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരളം മൊത്തം ഒറ്റക്കെട്ടാണ്. ദിയയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദിയേൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. പിന്നെ എനിക്ക് ദിയനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദിയ ഇപ്പം പ്രഗ്നൻസീൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു.
അപ്പം ഇപ്പോൾ എൻ്റെ ചേച്ചിയും പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഓൾറെഡി ആ കുട്ടിക്ക് അതിൻ്റേതായ ആവശ്യകതകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കുട്ടികൾ ഇപ്പോൾ ജനിക്കാൻ വന്ന കുട്ടിക്ക് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കും. അപ്പം ദിയേൻ്റെ കമ്പനിയാണ്, എന്നാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചിലപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ഹാനകൃഷ്ണയൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നാവുക. കാരണം ദിയേനെ ഇതിലേക്ക് വലിച്ചഴിക്കാതെ ഇരിക്കുക എന്നായിരിക്കും നന്നാവുക. കാരണം ജനിക്കുന്ന കുട്ടികൾക്ക് അപ്പം ഒരു സമാധാനം വേണമല്ലോ. കാരണം അത് വയറ്റിലിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇപ്പം അമ്മ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ദിയേനെ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഹാനകൃഷ്ണയും അതുപോലെ തന്നെ കൃഷ്ണകുമാറും ബാക്കിയുള്ളവർ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ. ദിയേനെ ഇതിൽ സ്ട്രഗിൾ ആക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഒരു പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജിലായിരിക്കുന്ന ഒരു വുമൻ്റെ അവസ്ഥ അത് ഒരു ചേച്ചിയോ അനിയത്തിയോ ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എനിക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ദിയയ്ക്ക് ഫുൾ സപ്പോർട്ട്. ദിയ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കുക, സന്തോഷത്തോടെ നിൽക്കുക. നമ്മളെല്ലാവരും കേരളം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ സൊസൈറ്റി പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ദിയ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്.